രേണു സുധിയുടെ കാര്യം പറഞ്ഞതിന് എന്നെ ആക്രമിച്ചുകൊണ്ട് കുറേ എണ്ണം രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരു കമന്റ് എസ് എ പോലുള്ള കമന്റുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിൻ ചെയ്യുന്നില്ല. ഒരു കമന്റ് ഞാൻ വെച്ചിട്ട് ഞാനൊന്ന് അവനോടൊന്ന് സംസാരിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ അവനെ 10 പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഇത് കേൾക്കണ്ട. രേണു സുധിന്റെ PR എന്ന് പറയുന്നവനെയും രേണു സുധീനെയും പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പം വന്നത്. ഓക്കെ, A2Z എന്ന് പറയുന്ന ഒരു ചാനലാണെന്ന് തോന്നുന്നു, A2Z ടോക്സ്. അവൻ വന്നിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾക്ക് മാന്യമായിട്ട് കമന്റ് ഇടാം. മാന്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരിയല്ല, നിങ്ങളുടെ രേണു സുധി ഇങ്ങനെയാണെന്ന്. ഇതൊരുമാതിരി നമ്മൾ എടി പുല്ലേ മറ്റേ മോളെ എന്നൊക്കെയാണ് അവൻ സംബോധന ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മാത്രം വായിക്കാം. എടി പുല്ലേ അവൻ ആദ്യം വിളിച്ചേക്കുന്നേ. അപ്പൊ ഞാൻ തിരിച്ച് അവനെ ആദ്യം തന്നെ വിളിക്കട്ടെ. എടാ പുല്ലേ, എടി ആയാലും എടാ ആയാലും അവനെ എടി ഓർ എടാ പുല്ലേ പരമനാറി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിനി, കാരണം എനിക്കത് വിളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ഇത് കേൾക്കണ്ട കേട്ടോ, തെറി വിളിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ വായിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആദ്യം തന്നെ പറയണം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട, കുട്ടികളൊന്നും കാണണ്ട. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നത്, ഞങ്ങൾ ആരും PR ടീമല്ല, നോട്ട് ദ പോയിന്റ്. ഞങ്ങൾ ആരും എന്ന് പറഞ്ഞാൽ ഇവനെ അവളുടെ എല്ലാ അവകാശവും എടുത്തിരിക്കുന്നവനാണെന്ന് തോന്നുന്നു എല്ലാവരും. അപ്പോൾ ഇവനാണ് PRന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആള്. അവൾക്ക് ഭർത്താവില്ല, അപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഭൂമിയില്ല, വീടില്ല, ജോലിയില്ല, 10 പൈസ വരുമാനമില്ല. ജീവിക്കാൻ വേണ്ടി അവൾ നെട്ടോട്ട് ഓടുമ്പോൾ നിന്നെ പോലെ ഉള്ളവളുമാരൊക്കെ അവളെ കടന്നാക്രമിക്കുന്നു, കുരച്ചുകൊണ്ട് ചാടുന്നു എന്നൊക്കെയാണ് അവൻ്റെ സംബോധന. അപ്പോൾ അതിന് ഞാനൊരു മറുപടി പറയട്ടെ. അവൾക്ക് ഭർത്താവില്ല, ഞങ്ങളുമൊക്കെ, ഞാൻ സിംഗിൾ പാരൻ്റാണ്. എൻ്റെ മകനെ വളർത്തി പഠിപ്പിച്ച് ഞാനും പഠിച്ചു. 11 വർഷമായിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, ജില്ലാ കോടതികളിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ പോയി സെർച്ച് ചെയ്ത് കാണാൻ അനഘ അസോസിയേഷൻ അടിച്ചാൽ എൻ്റെ ലീഗൽ ഫേമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 10ൽ എൻ്റെ ലീഗൽ ഫേമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വലിയ ആളാവാനും വേണ്ടി പറയുമല്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു പണിയില്ലടേ, വിവരം കിട്ടവളെ എന്നൊക്കെ. എനിക്കത് കുട്ടികളുടെ മുന്നിൽ വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട്, കുട്ടികൾ എന്തായാലും കാണും, നമ്മൾ കാണേണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ കാണും. അപ്പോൾ അതിന് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവൾക്ക് ഭർത്താവില്ലാന്നുണ്ട്. ഞാൻ സിംഗിൾ പാരൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഭർത്താവില്ലാതെയും ആരുമില്ലാതെ, എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അപ്പം ആരുമില്ലാതെയും ചോർന്നൊലിക്കുന്ന വീടുകളിൽ മക്കളെ വളർത്തി കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തും ഒക്കെ മക്കളെ വളർത്തി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ നാട്. അവിടെ ഇങ്ങനെയുള്ള കാർഡ് ഇറക്കി നീ വരല്ലേ? പിന്നെ ഇവരെ ആക്രമിച്ചു എന്ന് പറയുന്നത് ആരാടാ? വായി നോക്കി ആക്രമിച്ചത് എങ്ങനെ പറയാതിരിക്കുന്നത്? ആരാ ആക്രമിച്ചത്? ഇവർ ഇവരുടെ വീട്ടിനകത്ത് പോയിന്ന് ഞങ്ങൾ അവരുടെ അടുക്കളയിട്ട് ക്യാമറ എടുത്ത് വെച്ച് കണ്ടതാണോ? ഇവർ വന്ന് സോഷ്യൽ മീഡിയ വന്നിരുന്ന വീട് കൊടുത്തവനെയും മതിൽ കെട്ടിയവനെയും ഒക്കെ ചീത്ത വിളിച്ചല്ലേ? നീ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലേ, വീട് കെട്ടിയവനും മതിൽ കെട്ടിയവനും ഇവനെ എല്ലാവരെയും ചീത്ത വിളിച്ചേക്കണം. ബിഷപ്പിനെ, വീട് വെച്ച് കൊടുത്ത അവരെ, ആ ഗ്രൂപ്പിനെ, അതുപോലെ മറുനാടനെ ഒക്കെ അവൻ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ടേക്കുന്ന. ഒരു എസ്സേ പോലെ കിടക്കുവാണ്. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇതൊക്കെ ഞങ്ങൾ വന്ന് ഇവൻ്റെ വീട്ടിൽ വന്നിരുന്ന ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിനകത്ത് ക്യാമറ ഒളിപ്പിച്ച് വെച്ചു കേട്ടാന്നോ? ഈ സ്ത്രീ വന്നല്ലേ ഇതെല്ലാം പറഞ്ഞത്? ഇവിടെ വന്ന് ഈ പിന്നെ സഹായിച്ച ആൾക്കാരെ മുഴുവൻ ചീത്ത വിളിച്ച്, അവരെ തന്തയ്ക്ക് വിളിച്ചു, അതുപോലെ തന്നെ താൻ എൻ്റെ തന്തയാണോ എന്ന് ചോദിച്ചു, അതുപോലെ തന്നെ വീട് വെച്ചു കൊടുത്തവൻ വീട് വെച്ചു കൊടുത്ത ചോർന്നൊലിക്കുന്ന വീടാന്ന് പറഞ്ഞു, പിന്നെ അതേപോലെ മതിൽ കെട്ടി കൊടുത്തവരെ ചീത്ത വിളിച്ചു, വസ്തു കൊടുത്ത ബിഷപ്പിനെ ചീത്ത വിളിച്ചു, അയാൾ വളരെ മോശക്കാരനാണെന്ന് പറഞ്ഞു. ഇതേ കണക്കൊക്കെ പറഞ്ഞാൽ ഞങ്ങളാരെങ്കിലും ആണോ? നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ത്രീ അല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് കണ്ടോണ്ടിരുന്ന സോഷ്യൽ മീഡിയ വഴിയല്ലേ പറയുന്നത്, അല്ലാതെ ഇവരെ വീട്ടിൽ പോയി നമ്മൾ കേട്ടതാണോ? ഇവർ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ പ്രതികരിച്ചതാണോ കുറ്റമായത്? ഞാനതും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഈ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും ഇത് പറയാൻ തുടങ്ങിയത്. കാരണം ബിഗ് ബോസ് ഷോയിലുള്ള കളി മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. സഹനമായ നുണയും ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു എന്താ പറയണേ, നമ്മുടെ സ്റ്റാർ മാജിക്കോ അതിൻ്റെ ആണെന്ന് തോന്നുന്നു, പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്നു, ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു, ഞാൻ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ തിരുവനന്തപുരം എയർപോർട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ ബാംഗ്ലൂർ എയർപോർട്ട് ജോലി. നാണമില്ല, ഉളുപ്പില്ലേ? ഇതൊക്കെ വന്നിരുന്നു ഒരു മനുഷ്യന്മാരോട്. ഇത് അടുക്കളയിൽ ഇരുന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് നുണയും കുതിയും പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന്, അല്ലെങ്കിൽ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ, ഒരു റിയാലിറ്റി ഷോയുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തു എന്ന്. ഒരു ഉളുപ്പും ഇല്ലാതെ ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊക്കെ നാണമില്ലേ ന്യായീകരിക്കാൻ? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, എങ്ങനെ പറയാതിരിക്കും? നിനക്കൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ന്യായീകരിക്കാൻ? ഞാനൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല.
എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും ഒരു വിമർശനം ചെയ്തിട്ടില്ല. കാരണം ഒരു അപ്പഴത്തെ സന്ദർഭത്തിൽ പറഞ്ഞു പോയി. സർട്ടിഫിക്കറ്റ് ഇല്ല, SSLC ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ +2 വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് വാസവൻ സാറിന്റെ ജോലി വാങ്ങിക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെയുള്ള ആളാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ കുറേ എണ്ണം മെഴുകുന്ന് വന്ന് നിന്നിട്ട് വിധവയാണ്, കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. നാണമില്ലേ ഞങ്ങൾക്ക്? എനിക്ക് മോനുണ്ട്, അവൻ ഇന്ന് പഠിക്കുന്ന ലെവൽ കേട്ട് കഴിഞ്ഞാൽ നീക്കോ ഞെട്ടിപ്പോവും. കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാണ് പഠിപ്പിക്കുന്നത്. വർഷം 10 ലക്ഷം ഫീ ആണ്. നമ്മളൊക്കെ അധ്വാനിച്ച് എത്രമാത്രം ജോലി ചെയ്യാമോ, ഏതൊക്കെ ജോലി. ആകെപ്പാടെ ഒരു ദിവസം 3-4 മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുകയാണ്? നമ്മുടെ മക്കളെ വളർത്താൻ ഓരോ മനുഷ്യനും, സ്ത്രീ ആയാലും പുരുഷനായാലും അവനവൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ നാട്ടിലുള്ളത്. അല്ലാണ്ട് ഒരു സ്ത്രീ മാത്രമല്ല. ഇവർക്ക് എന്താ കൊമ്പുണ്ടോ? ഇവരെ പറയുമ്പോൾ എന്തിനാണ് ഇവരെ ആര് പറഞ്ഞു? ഇവർ ഇത്രമാത്രം എന്തിനാണ് കള്ളം പറയുന്നത്? ഇവർക്ക് സത്യസന്ധമായിട്ടൊക്കെ പറഞ്ഞ് ജീവിച്ചൂടെ? ഒരു ബിഗ് ബോസ് ഷോയിൽ പോയി ലാലേട്ടനെ പോലുള്ള ഒരു മഹാനടൻ, ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിച്ച ആളാണ്. നേരുന്ന സിനിമയിൽ ഒരു അഭിനേത്രിയാണ് ഞാൻ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി 4 ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കസേരയിൽ 4ാമത്തെ കസേരയിൽ അഡ്വക്കേറ്റായിട്ട് വേഷം എൻ്റെ സ്വന്തം ഡ്രസ്സിൽ എൻ്റെ യൂണിഫോമിൽ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതായതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ പോയി. അഭിനയിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ നമ്മൾ ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് കള്ളം പറയുന്നത്. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. പിന്നെ കുറേ എണ്ണം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് വിവരമുണ്ട്, നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്ക് എന്ത് വിവരമുണ്ടെന്ന്. എൻ്റെ വിദ്യാഭ്യാസം നീയൊന്നും അളക്കരുത്. അത് ഞാൻ പറഞ്ഞ അനക്ക അസോസിയേഷൻ എന്നുള്ള എൻ്റെ ഗൂഗിളിൽ പോയിട്ട് അനക്ക അസോസിയേഷൻ നീ അടിച്ചു നോക്ക്. അതെൻ്റെ ലീഗൽ ഫേമാണ്. എൻ്റെ പേരാണ് അനക്ക. അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ യോഗ്യത അവിടെ ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് ആരുടെയും വിദ്യാഭ്യാസ യോഗ്യത. ഇത് ജനറൽ നഴ്സിംഗ് ആണോ? ആ കുട്ടി പറഞ്ഞോ നഴ്സിംഗ് പഠിച്ചു എന്ന് പറഞ്ഞു. നഴ്സിംഗ് എന്തോ പഠിച്ചു? ജനറൽ നഴ്സിംഗ് എന്ന് പഠിച്ചോ? അല്ലെ ഡിപ്ലോമ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ജനറൽ നഴ്സിംഗ് ആണ്. GNM ആൻഡ് BSc നഴ്സിംഗ്, അല്ലെ മിഡ്വൈഫറി, ലാബ് ടെക്നീഷ്യൻ. ഒരു വിവരമില്ലാതെ വന്നിരുന്നങ്ങ് പറയണം നമ്മൾ വിവരമില്ലാത്തവരെന്ന്. നഴ്സിംഗ് കോളേജ് നടത്തിയിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു കമൻറ്റ് പറയുമ്പോൾ മര്യാദയുണ്ട്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ PR വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യൂ. എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ വന്ന് തെറി വിളിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ബൂസ്റ്റ് ചെയ്യൂ. നിങ്ങൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ വലിയ മഹാത്മാവായിട്ടോ അല്ലെങ്കിൽ മഹതിയായിട്ടോ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യൂ. ആ വർക്ക് ചെയ്യൂ. അല്ലാണ്ട് മറ്റുള്ളവരെ അപ്പം ആളറിഞ്ഞ് വേണം തെറി വിളിക്കാൻ. ഇവിടെ ഇതുവരെ കണ്ട വല്ല അതുലിനെയോ യൂഷ്വൽ സൈക്കോയോ ഒക്കെ പോലുള്ള ആൾക്കാരല്ല ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്നേ. പണി ഞാൻ തരും, ഉള്ളത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആരും ഇതായിട്ട് വരുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി മാനം മര്യാദയ്ക്ക് എനിക്ക് പറ്റുന്ന വീഡിയോ ഇട്ട് ബിഗ് ബോസിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസിൽ പേരും പിടിപ്പിച്ചിട്ട് അവരെ മുടി കൊടുത്തവരെയും ചീത്ത വിളിച്ച് അവർ വന്നിരുന്ന അവരെ വീഡിയോ കണ്ടില്ലേ? അവർ വന്ന് പറയുന്നിട്ട് പുരികം വെച്ച് കൊടുത്തു, മൈക്രോ ബ്ലേഡിങ്. നമ്മളെങ്ങും പുരികം പോയിട്ട് ഒരു കണ്ണും വരച്ച് കുറച്ച് ലിപ്റ്റിക്കും വരത്തേച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായിക്കോട്ടെ, നല്ല സന്തോഷം, നല്ല സുന്ദരിയായിട്ട് പോട്ടെ. അങ്ങനെയാണ് 10 പേര് കാണുന്നിടത്ത് നമ്മൾ സുന്ദരിയായിട്ട് പോകാനല്ലേ ആഗ്രഹിക്കൂ. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കളറും എല്ലാം കിട്ടിയെന്ന് വരത്തില്ല. ഭയങ്കര കളർ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കറുപ്പ് കളറാണ്. അപ്പം ബ്ലാക്ക് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇത് ഒരു വേസ്റ്റാണ് ഉള്ളത് പറയല്ലോ. പിന്നെ അപ്പോൾ ഇത് പുരികം വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു, കണ്ണിൻ്റെ പീല് വെച്ച് കൊടുത്തു, സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതെല്ലാം ചെയ്ത ഒരാൾക്കാരാണ്. അവർ നന്ദി വേണ്ടേ അവരോടൊരു നന്ദി എന്ന് പറയുന്നൊരു സംഭവം വേണ്ടേ നമുക്ക്? അവരെ മുടിയെല്ലാം അഴിഞ്ഞു വീഴുന്നെന്ന് പറയുന്നു. അവരെ മുടി അഴിഞ്ഞു വീഴുന്ന കഴിഞ്ഞാൽ കുളിക്കണം. അവർ പറയുന്നത് ദിവസേന കുളിക്കണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ മുടിക്ക് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണമെന്ന് അവർ പറഞ്ഞേൽപ്പിച്ചു എന്ന് പറഞ്ഞു. ദിവസേന കുളിക്കേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കാവുള്ളെന്ന് പറഞ്ഞതും ഈ രേണുസുതി തന്നെയല്ലേ? ഞങ്ങൾ വല്ലവരും വന്ന് പറഞ്ഞാണോ? ഇവരീ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത്? അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പേരും കള്ളം പറയുന്നത്? കല്ല് വെച്ചെന്നുള്ള ഒരു ഉളുപ്പുമില്ലാതെ വന്നെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ലൈഫ് പറയാൻ പറഞ്ഞു. ഈ പ്രൊഫഷണൽ ലൈഫ് പറയാൻ പറഞ്ഞപ്പോൾ ഫുള്ള് കള്ളം. എഞ്ചിനീയറിങ് കുറേ എണ്ണം വന്ന് പറയുന്നതായിട്ട് SSLC മതി എന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ. എനിക്കത് മനസ്സിലാവുന്നില്ല. ഏത് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ പറയുന്നത്? അവരെ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞത്. അവരെന്താ പോളിടെക്നിക്കൽ എന്ന് പറഞ്ഞോ? അതെനിക്ക് IT എന്ന് പറഞ്ഞോ? അവരൊന്നും പറഞ്ഞില്ല. +2 കഴിഞ്ഞാണ് എല്ലാവരും എല്ലാത്തിനും പോണത്. അതിന് കണക്ക് പഠിക്കണം, മാത്സ് പഠിക്കണ്ടേ? ചുമ്മാ എഞ്ചിനീയറിംഗ് അവർ പറഞ്ഞ ഡിപ്ലോമയാണെന്ന്. വായി തോന്നുന്ന കോഴ്സുകൾ, ലോകത്തുള്ള കോഴ്സുകളുടെ എല്ലാം പേര് പറഞ്ഞിട്ട് ഈ കോഴ്സുകളെയും വിദ്യാഭ്യാസ മേഖലയും മുഴുവൻ അപമാനിച്ചാൽ മതിയോ? അതൊക്കെ എന്തൊരു വിവരക്കേടാണ്. അതുപോലെ തന്നെ ഏവിയേഷന് 10ാം ക്ലാസ് മതിയെന്ന്. എനിക്ക് പുതിയ അറിവാട്ടോ ഏവിയേഷന് 10ാം ക്ലാസ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ഏവിയേഷന് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ഏവിയേഷൻ 10ാം ക്ലാസ് യോഗ്യതയിൽ എവിടെ പഠിപ്പിക്കുന്നതെന്ന്. ഇനി അങ്ങനെ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? നിങ്ങൾ അറിയാവുന്നവരുടെ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കതറിയത്തില്ല. അങ്ങനെ അത് പറഞ്ഞിട്ട് നല്ല കാര്യം, അവരവരുടെ ഭാഗം പറയാം. പക്ഷെ നമ്മൾ എടി പൊടി മറ്റേ മോളി മറിച്ചേ മോളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ഇത് ഏതവനായാലും ഏതവളായാലും ശരി,
നമുക്ക് വേറൊരു ക്യാരക്ടറുണ്ട്. എല്ലാവർക്കും എല്ലാ ക്ഷമയുണ്ട്. നമ്മൾ സാത്വികമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ നമുക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീയെ വലിയ മഹതിയാക്കി നീയൊക്കെ എടുത്തു പോയി. ഞാൻ എന്തായാലും എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രമാത്രം വീറും വൃത്തിയുമില്ല, കല്ല് വെച്ച നുണയും ഒരു ഉളുപ്പും ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ആരുടെ വേണമെങ്കിലും തന്തയ്ക്ക് വിളിക്കാൻ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ. ഇവരെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. 10-20 വയസ്സൊന്നുമില്ല, 10-35 വയസ്സിന് മേലുള്ള ഒരു സ്ത്രീയാണ്. നമുക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രായത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയുന്നു പറയാം. ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. എന്നിട്ട് പറയുന്നിട്ട് പിന്നെ അയ്യോ അതാ ഇതാ അവളൊരു വെറും മറ്റേതാണ്, അവൾ വെറും പാവൾ, ജീവിക്കാൻ വേണ്ടി എന്നിട്ട് എന്തിനാ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് കൊടുന്ന ജോലി ചെയ്താൽ പോരെ? മാനം പറയുന്നത് ജോലി ചെയ്താൽ മതി. അതൊരു അഭിനയമാവാം, ജോലി എന്ന് പറയുന്ന അഭിനയമാവാം, പിന്നെ ആക്ടിങ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന ഇത്രമാത്രം നുണയും കൊതിയും, എന്താ പറഞ്ഞ കല്ല് വെച്ച നുണയും, അതേപോലെ ഒരു ഉടുപ്പില്ലാതെ പറയുന്ന കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നത്. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ജാസ്മിൻ ജാഫറൊക്കെ ആൾക്കാരെ എന്തുമാത്രമായിട്ട് വൃത്തിയില്ലായ്മ, അല്ലാണ്ട് അവിടെ ഇതോടെ തന്നെ മോശം കാണിച്ചോ? അവിടെ ചെന്ന് അവൾ വൃത്തിയുമില്ല. അവൾ ഇവിടെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറുക്കനുമായിട്ട് ഗബ്രിയായിട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ അവൾ എന്തുമാത്രം നെഗറ്റീവ് ആക്കി, എന്തുമാത്രം പറഞ്ഞു. അപ്പോൾ കുറേ പേരുടെ കേസ് കൊടുത്താൽ എന്തോ അവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരിതൊന്നുമില്ല. എന്തോ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന നമ്മളെന്തോ അതുകൊണ്ട് വയലേറ്റ് ചെയ്തോ? നമ്മളെ ഇപ്പോൾ ഇവനെ ഞാൻ ചോദിക്കുന്ന, അവൾ വ്യഭിചരിക്കാൻ പോയി, അവൾ കൊച്ചിനെ തോട്ടിലെറിഞ്ഞു, അവൾ മറ്റേത് കാണിച്ചു എന്നൊക്കെ. അവൾ വ്യഭിചരിക്കാൻ പോയെന്ന് നമുക്ക് തിരക്കണ്ട, അവൾ കൊച്ചിനെ തോട്ടിലെറിഞ്ഞ കാര്യം നടക്കണ്ട, ഞാൻ വ്യഭിചരിക്കാൻ പോയതും ആരും അറിയേണ്ട കാര്യമില്ല. അതൊക്കെ ഒരുത്തിനെയും പേഴ്സണൽ മാറ്റേഴ്സ്. അവൾ എന്തിനെങ്കിലും പോകട്ടെ. ഞങ്ങളിവിടെ ഞാനിതാരും പറഞ്ഞില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തില്ല ഈ വിദ്യാഭ്യാസ യോഗ്യത, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഈ പ്രൊഫഷണൽ ലൈഫ് പറയുമ്പോൾ അത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ കള്ളം പറയുമ്പോൾ നമുക്കത് പ്രതികരിക്കും. നമ്മൾ പ്രതികരണശേഷിയുള്ള ആൾക്കാരെ അതുകൊണ്ട് പ്രതികരിക്കുന്നേ. അത് നീയൊക്കെ വന്നങ്ങ് എന്നെ അങ്ങ് ഏതാണ്ട് അങ്ങ് ഇവിടെ കണ്ടങ്ങ് വലിച്ച് കയറ്റാൻ പോകുന്ന മൂക്കിലോട്ട്. അല്ല നീയൊക്കെ ഇതൊന്ന് പറയുമ്പോൾ ഞാനങ്ങ് നിർത്തുമെന്ന് വിചാരിച്ചു. ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാണ് നീയൊക്കെ സംസാരിക്കുന്നത്? നീയൊക്കെ ഇതുവരെയൊക്കെ കളിച്ച് കുറേ ആൾക്കാരോടൊക്കെ കളിച്ച്, ഞാനത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഞാനൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എപ്പോൾ ഫോൺ തുറന്നാലും ഇങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് ഇവിടെ ആരാ എന്താന്ന് ഞാൻ. പിന്നെ ഇത് കൊല്ലം സുധിയുടെ ഭാര്യയാണ്. കൊല്ലം സുധി എന്ന് പറഞ്ഞ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. എനിക്ക് അത്രയും അറിയത്തുള്ളൂ അയാളെ കുറിച്ച്. മിമിക്രിയൊക്കെ കളിച്ച് അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അയ്യോ ഇയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അയാളെ എന്തുമാത്രം മോശമാക്കാവോ അത്രമാത്രം മോശം ഈ സ്ത്രീയാക്കി. പിന്നെ കുറേ PR വർക്കുകാർ വന്ന് നമ്മളെ എന്നിട്ട് പറയാം ഞങ്ങളാരും PR വർക്ക്, ഞങ്ങളാരും എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ മറ്റൊരു ഉണ്ടാ PR വർക്ക്. അല്ല ഞാൻ അറിയാൻ ചോദിക്കുക. അതുകൊണ്ട് കമൻ്റൊക്കെ ഇടുമ്പോൾ ഭാഷ സൂക്ഷിക്കണം. ഓക്കെ? എടി പുല്ലേ മറ്റേ മോളെ എരണം കെട്ടവളെ അതൊന്നും വിളിച്ച് സംസാരിക്കരുത്. നിനക്ക് സംസാരിക്കാൻ പറ്റുന്ന ഭാഷയിൽ മാത്രം നീയൊക്കെ സംസാരിക്കുക. കമൻ്റ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നീയൊക്കെ കമൻ്റ് ഇട്ടു. പക്ഷേ സംസാരിക്കുന്ന ഭാഷ മര്യാദയ്ക്കുള്ള ഭാഷയായിരിക്കണം. അല്ലെങ്കിൽ നീയൊക്കെ ഏത് മറ്റേ മനായാലും ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ? അത് ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. പക്ഷെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇന്ന് എല്ലാ സോഴ്സുകളുമുണ്ട്. നീ എവിടെ ഇരുന്നാലും കണ്ടുപിടിക്കുക. അതുകൊണ്ട് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ തോളയിലൊക്കെ കയറുന്ന കണക്ക് എൻ്റെ അടുത്തോട്ട് വരരുത്. ഞാൻ രേണു സുധിയെ ഇനിയും പറയും. രേണു സുധി അവിടെ എന്ത് വൃത്തികേട് കാണിച്ചാലും ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രമാത്രം ഉളുപ്പില്ലാത്ത, ഇത്രമാത്രം നുണ പറയുന്ന, ഇത്രമാത്രം എന്തു പറയുന്ന നന്ദിയില്ലാത്ത ഒരു സ്ത്രീയെ ഈ ഭൂലോകത്ത് കാണാൻ വേറെ ഇല്ല. കേട്ടല്ലോ? ഇനി നീയൊക്കെ വാ എന്താ പറയുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും സോറി. അത് ഞാൻ ഒന്നുകൂടി പറയട്ടെ. കാരണം എനിക്ക് ദേഷ്യം വന്നിട്ടാണ്. ഇത് ഒന്നല്ല, ഇത് ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഇത് ഒരെണ്ണം ഒന്ന് ഇവൻ്റെ ഈ ഒരു പ്രൊഫൈൽ DP ഇത് കണ്ടപ്പോൾ ഞാൻ വന്നത്. ഇതിനകത്ത് പേരോ കാര്യങ്ങളോ എൻ്റെ ഫോട്ടോയോ ഒന്നുമില്ല. ഒരു മൃഗത്തിൻ്റെ ഒരു അനിമലിൻ്റെ ഫോട്ടോയാണ് DP ഇട്ടിട്ടേക്കുന്നത് പ്രൊഫൈലും. ചാനലൊക്കെ ഒരു ചാനലാണ്. അപ്പോൾ ഇതേണക്കുള്ള കുറേ എണ്ണം ഒരു ചാനലുകൾ പോലെ തുടങ്ങിയിട്ട് ഇതാണ് PR വർക്ക്, ആർമി ഗ്രൂപ്പ്. നാണമില്ലേ നിനക്കൊക്കെ നാണമില്ലേ? ഞങ്ങളോട് തിരിച്ചു ചോദിക്കാതെ. എനിക്കൊക്കെ നല്ലൊരു പ്രൊഫഷനുണ്ട്. ഇതൊക്കെ എൻ്റെ എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആരെയും തെറി വിളിക്കുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് തെറി വിളിച്ച് വന്നാൽ തീർച്ചയായിട്ടും കൊടുക്കും. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണരുത് പ്ലീസ്. ഓക്കെ? കാരണം നമ്മൾ കുട്ടികൾ ഒന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ മേഖലയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് നല്ല മെസ്സേജ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കണം. ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. സോഷ്യൽ മീഡിയ വന്ന് ചീത്ത പറയാൻ. അങ്ങനെയല്ലേ പണ്ടേ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും നാൾ സൈലൻ്റ് ആയിരുന്നു. എന്താ പിന്നെ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാനത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല. കാരണം എൻ്റെ നേരത്തെ തന്നെ ചാനൽ ഉണ്ടായിരുന്നു. ഇത് പോയത് കൊണ്ട് ഞാൻ ആ വിഷമത്തെ ഇങ്ങനെ ഇരുന്ന് കാണും. ചാനലുകളെല്ലാം ഉണ്ട്. എനിക്ക് ന്യൂസ് ചാനലുണ്ട്. അതിനകത്തൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ആ ചാനലിൽ എൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇടുന്നത്.
അപ്പോൾ ഞാനിത് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ഇടാമെന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എനിക്ക് ഉണ്ടായിരുന്നു, ഉള്ളത് പറയാലോ. അപ്പോൾ തൽക്കാലത്തേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് നമ്മൾ കാണണമല്ലോ, അതിൻ്റെ അപ്ഡേഷൻസ് അറിയണമല്ലോ, അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പോകാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാനായിട്ടൊരു ക്ഷണം പോലെ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, കോമണർ എന്നുള്ളൊരു തസ്തികയിൽ. ഓക്കെ. അപ്പോൾ പിന്നെ ആലോചിച്ചില്ല, ഇനി കുറേ കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായതുകൊണ്ടും പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വേണമല്ലോ. നമ്മൾ പോയിട്ട് പിന്നെ കുറച്ച് ആൾക്കാർക്കെങ്കിലും 10 ദിവസം നിന്നുള്ളതിനും 10 ദിവസം നമ്മൾ നിന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നണമല്ലോ, മനമര്യാദയ്ക്ക് നിൽക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അപ്ഡേറ്റ്സ് ഒക്കെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ രേണുസുതി അല്ല, ഞാൻ ആര് വൃത്തികേട് കാണിച്ചാലും വിവരക്കേട് കാണിച്ചാലും അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതൊക്കെ തിരിച്ച് വിളിച്ച് പറയും. രേണുസുതി എന്ന് വെച്ച് നീയൊക്കെ വന്ന് ഇങ്ങനെ ആക്രമിച്ചതുകൊണ്ട് നമ്മൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന് വിചാരിക്കാതെ, അതൊക്കെ നീയൊക്കെ പോയി മാളത്തിൽ ഒളി. ഇനി എൻ്റെ വായിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നീയൊക്കെ പോയി മാളത്തിൽ ഒളിക്കണം. എല്ലാ മനുഷ്യരെയും അറിഞ്ഞ് വേണം പെരുമാറാൻ. കുറേ പാവപ്പെട്ട കുറേ ആൾക്കാരുടെ തോളയിലൊക്കെ കയറുന്ന പോലെ നമ്മളെടുത്തോട്ട് വരരുതേ.